പ്രിയപ്പെട്ടവരെ, എജെ ത്രോയിലേക്ക് സ്വാഗതം. 2026 ഫിഫ വേൾഡ് കപ്പിന്റെ രണ്ടാം സെമിഫൈനലിൽ ശക്തരായ ഇംഗ്ലണ്ടിനെ പൊരുതി തോൽപ്പിച്ച് 2-1 പൊരുതി തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ. സെമിയിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയിരിക്കുന്നു. ഫൈനലിലേക്ക് ഒരു നീലവെള്ള കൊടുങ്കാറ്റ്. ഇംഗ്ലണ്ടിന്റെ ആദ്യ പ്രഹരത്തിൽ ഒരു നിമിഷം മൗനമായിരുന്ന അർജന്റീന, അതിന് പിന്നാലെ ലോകം വീണ്ടും കണ്ടത് ഫുട്ബോൾ ചരിത്രത്തിൽ പലവട്ടം ആവർത്തിക്കപ്പെട്ട ആ അർജന്റീനൻ ആത്മാവിനെയാണ്. തളരാതെ, പതറാതെ, പിന്മാറാതെ അവർ പൊരുതി. ഒടുവിൽ 1-2 ഗോളുകളുടെ ഉജ്ജ്വല വിജയത്തോടെ ലോകകപ്പ് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് സ്വന്തമാക്കുകയും ചെയ്തു. സെമിഫൈനൽ എന്നത് വെറും ഒരു മത്സരം മാത്രമായിരുന്നില്ല. ഓരോ പാസിനും ഓരോ ടാക്കിളിനും പിന്നിൽ ഒരു രാജ്യത്തിന്റെ സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തെ നെഞ്ചേറ്റിയാണ് അർജന്റീനയുടെ താരങ്ങൾ പന്തിനൊപ്പം ഓടിയത്. ഇംഗ്ലണ്ടിന്റെ ആക്രമണങ്ങളെ നെഞ്ചുറപ്പോടെ ചെറുത്ത പ്രതിരോധവും, മധ്യനിരയുടെ കൃത്യമായ നിയന്ത്രണവും, മുന്നേറ്റ നിരയുടെ മിന്നൽ ആക്രമണങ്ങളും ചേർന്നപ്പോൾ മത്സരം ക്രമേണ അർജന്റീനയുടെ നിയന്ത്രണത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ആദ്യ ഗോൾ വഴങ്ങിയപ്പോൾ പോലും അവരുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നില്ല. പകരം പ്രതികാരത്തിന്റെ തീ മാത്രമായിരുന്നു. ഓരോ ആക്രമണവും കൂടുതൽ മൂർച്ചയുള്ളതായി, ഓരോ പാസും കൂടുതൽ കൃത്യമായി. ഒടുവിൽ സമനില കണ്ടെത്തിയ നിമിഷം സ്റ്റേഡിയം മുഴുവൻ നീലവെള്ള തിരമാലയായി മാറി. വിജയഗോൾ വലകുലുക്കിയ നിമിഷം ലക്ഷക്കണക്കിന് അർജന്റീനൻ ആരാധകരുടെ ഹൃദയം ഒരേ താളത്തിൽ മിടിച്ചു. ഈ വിജയത്തിന് പിന്നിൽ ഒരു താരത്തിന്റെ മികവ് മാത്രമല്ല, ഒരു ടീമിന്റെ ഐക്യവും വിശ്വാസവും ഉണ്ടായിരുന്നു. പന്തിനായി ജീവൻ കൊടുത്ത ഓരോ ടാക്കിളും, ഓരോ സേവും, ഓരോ ഓട്ടവും എല്ലാം ചേർന്നതാണ് ഈ വിജയം പിറന്നിരിക്കുന്നത്. കിരീടം നേടാനുള്ള വിശപ്പ് അവരുടെ ഓരോ നീക്കത്തിലും പ്രകടമായിരുന്നു. ഇനി ബാക്കിയുള്ളത് അവസാന അംഗം മാത്രം. ഫൈനലിൽ സ്പെയിൻ കാത്തിരിക്കുന്നു. ഒരു വശത്ത് സാങ്കേതികതയുടെ രാജാക്കന്മാർ, മറുവശത്ത് പോരാട്ടത്തിന്റെ പര്യായമായ അർജന്റീന. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ മഹായുദ്ധത്തിൽ ആരാവും കിരീടം ചൂടുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമാകും. എന്നാൽ ഇന്നത്തെ രാത്രി അർജന്റീനയുടേതായിരുന്നു. ഇംഗ്ലണ്ടിനെ കീഴടക്കിയവർ വീണ്ടും ലോകത്തോട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. കിരീടം സ്വപ്നം കാണാൻ മാത്രമല്ല, അത് സ്വന്തമാക്കാനും.